ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾക്ക് അടുത്ത പഠിക്കാനായിട്ടുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. സോ ഇന്നത്തെ ഈ ലെക്ചറിൽ നമുക്ക് അത് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. In 1927, the German physicist Werner Heisenberg proposed an uncertainty principle, or the principle of indeterminacy. It is a direct consequence of the dual nature particle and wave aspects of matter. According to classical mechanics, a moving particle has a definite momentum and it occupies a definite position in space, and it is possible to determine both its position and momentum accurately at the same time. Nowadays, it has become clear that the classical point of view represents only an approximation which is sufficient for objects of appreciable size, but it does not suit satisfactorily for particles of atomic dimensions. അതായത് 1927 ജർമ്മൻ ഫിസിസ്റ്റായ വെർണർ ഹെയ്സൻബർഗ് എന്ന് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിസിസ്റ്റാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിറ്റർമിനൻസി എന്ന് പറയാം ഇതിനെ. അത് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് വെർണർ ഹെയ്സൻബർഗ്. അതുകൊണ്ടാണ് നമ്മൾ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നാണ് പൊതുവെ പറയാറ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ ഡുവൽ നേച്ചർ കൊണ്ടാണ്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു മാറ്ററിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടാവും, വേവ് നേച്ചറും ഉണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും വന്നത്. അപ്പം ക്ലാസിക്കൽ മെക്കാനിസം, അതായത് ക്വാണ്ടം മെക്കാനിക്സ് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു മെക്കാനിക്സാണ് ക്ലാസിക്കൽ മെക്കാനിസം. ക്ലാസിക്കൽ മെക്കാനിസത്തിന് നമ്മൾ പറഞ്ഞത് ഒരു മൂവിങ് പാർട്ടിക്കിളിന്, അതായത് നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏതെങ്കിലും ഒരു മൂവിങ് പാർട്ടിക്കിളിന് അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റവും കാണും, അത് സ്പേസിൽ ഒരു കൃത്യമായ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുവാനായിട്ടും സാധിക്കും അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മെക്കാനിസം. എന്നാൽ ഇന്ന് സ്റ്റഡീസൊക്കെ പ്രൂവ് ചെയ്ത്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന സൈസിലുള്ള ഒബ്ജക്ട്സിൻ്റെ മാത്രമേ കൃത്യമായിട്ടുള്ള മൊമെൻറ്റവും പൊസിഷനും ക്ലാസിക്കൽ മെക്കാനിസത്തിൽ പറഞ്ഞതുപോലെ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ആറ്റമിക് സൈസ് അല്ലെങ്കിൽ ആറ്റമിക് ഡയമെൻഷൻസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൊമെൻറ്റവും അതിൻ്റെ പൊസിഷനും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു അപ്രോക്സിമേഷൻ വേണമെങ്കിൽ പറയാം, പക്ഷേ കൃത്യമായി പറയാൻ സാധിക്കുന്നത് കുറച്ച് വലിയ സൈസുള്ള ഒബ്ജക്റ്റുകളുടെ മാത്രമായിരിക്കും. Okay. In quantum mechanics, a particle is described by a wave packet. It represents and signifies all about particle and moves with a velocity called group velocity. അപ്പം ഈ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഓരോ പാർട്ടിക്കിളിനെയും ഓരോരോ വേവ് പാക്കറ്റുകളായിട്ടാണ് പറയാറ്. അപ്പം അതിന് ഓരോ പാർട്ടിക്കിളിനും ഒരു കൃത്യമായിട്ടുള്ളൊരു വെലോസിറ്റിയും കാണും. നമ്മളതിനെ ഗ്രൂപ്പ് വെലോസിറ്റി എന്നൊക്കെ വിളിക്കും. അക്കോർഡിംഗ് ടു ദ പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ വേവ് ഫംഗ്ഷൻ, ദ പാർട്ടിക്കിൾ മേ ബി ഫൗണ്ട് എനിവെയർ വിത്തിൻ ദ വേവ് പാക്കറ്റ്. അപ്പോൾ പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ പ്രകാരം ഒരു വേവ് പാക്കറ്റിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പാർട്ടിക്കിളിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്ന പൊസിഷനിലൊന്നുമില്ല, ഒരു വേവ് പാക്കറ്റിൽ എവിടെ വേണമെങ്കിലും ഒരു പാർട്ടിക്കിളിനെ ഓക്കുപ്പൈ ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഇൻഡിക്കേറ്റ്സ് ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് അൺസർട്ടൺ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് വേവ് പാക്കറ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പാർട്ടിക്കിൾ ആ വേവ് പാക്കറ്റിനുള്ളിൽ എവിടെ വേണമെങ്കിലും ആകാം, പക്ഷെ അത് കൃത്യമായി ആ വേവ് പാക്കറ്റിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് പറ്റത്തില്ല. മോറോവർ ദ വേവ് പാക്കറ്റ് ഹാസ് എ വെലോസിറ്റി സ്പ്രെഡ് ആൻഡ് സോ ദർ ഈസ് അൺസർട്ടനിറ്റി അബൌട്ട് ദ വെലോസിറ്റി ഓർ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ. All these things means that it is impossible to say where is a particle within the wave packet and exactly in its momentum. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റവും കൃത്യമായി ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ജസ്റ്റ് ഒരു അപ്രോക്സിമേഷൻ പറയാൻ പറ്റും, ആ വേവ് പാക്കറ്റിന് എവിടെയോ ആണ് ഈ ഒരു പാർട്ടിക്കിൾ, ജസ്റ്റ് അതിൻ്റെ ഒരു ആവറേജ് മൊമെൻറ്റവും നമുക്ക് പറയാൻ പറ്റും, പക്ഷേ എക്സാക്ട് വാല്യൂ നമുക്ക് പറയുവാനായിട്ട് സാധിക്കത്തില്ല. ദ അൺസർട്ടനിറ്റി ഇൻ ദ പൊസിഷൻ ആൻഡ് ദ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ വേവ് പാക്കറ്റ്. ഇനി വേവ് പാക്കറ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ അൺസർട്ടനിറ്റി എത്രത്തോളം ഉണ്ട്, അതായത് പൊസിഷനിലും മൊമെൻറ്റത്തിലും എത്രത്തോളം അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈസ് ഓഫ് ദ വേവ് പാക്കറ്റ് വെച്ചിട്ടായിരിക്കും. ഹെൻസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി ബോത്ത് ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ ആക്യുറേറ്റ്ലി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അറ്റ് എ ടൈം മൊമെൻറ്റവും
പൊസിഷനും ഡിറ്റർമൈൻ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. 1 by 1 ചെയ്യാം, പക്ഷേ അറ്റ് എ ടൈം രണ്ടും കൂടെ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഈസ് സ്റ്റേറ്റഡ് ആസ് ഫോളോസ്. ഇനി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ശരിക്കും എന്താണ്? അത് ഈ പറയുന്നതാണ്. It is impossible to determine precisely and simultaneously the values of both the members of a particular pair of physical variables that describe the behavior of an atomic system. Such pairs of variables are called canonically conjugate variables. അതായത് എന്താ പറയുന്നത്, ഒരു ഫിസിക്കൽ അതായത് അറ്റ് എ ടൈം നമുക്ക് ഫിസിക്കൽ വേരിയബിൾസിൻ്റെ ഏതെങ്കിലും രണ്ട് ഫിസിക്കൽ വേരിയബിൾസിനെ അതിൻ്റെ കൃത്യമായിട്ടുള്ള വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. വളരെ പ്രിസൈസായിട്ടും സൈമൾട്ടേനിയസ് ആയിട്ടും നമുക്ക് ഏതെങ്കിലും രണ്ട് ഫിസിക്കൽ വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ഓഫ് ആൻ ആറ്റമിക് സിസ്റ്റം. അപ്പോൾ ആറ്റമിക് ലെവലിലുള്ള സിസ്റ്റത്തിൻ്റെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു എന്താ പറയുക, ഒരു കൺസിഡറബിൾ സൈസൊക്കെ ഉള്ള സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം രണ്ടും കണ്ടുപിടിക്കാം. ബട്ട് ആറ്റമിക് ഡയമെൻഷനിലുള്ള സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലായിരിക്കും ഈ ഒരു പ്രിൻസിപ്പിൾ വർക്കാവുക. ഇനിയും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഫിസിക്കൽ വേരിയബിൾസിനെ നമ്മൾ കാനോണിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ് എന്നാണ് വിളിക്കുക. The rectangular position coordinate x of a particle and the corresponding component of its momentum px are canonically conjugate pairs. അതായത് ഒരു റെക്റ്റാങ്കുലർ എക്സ് കോർഡിനേറ്റ് എക്സ് ഓഫ് എ പാർട്ടിക്കിൾ, അതൊരു പാർട്ടിക്കിളിൻ്റെ റെക്റ്റാങ്കുലർ പൊസിഷൻ കോർഡിനേറ്റ് എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റത്തിനെ നമ്മൾ പി എക്സ് എന്ന് വിളിക്കും. അപ്പോൾ അതെന്താണ്? കാനോണിക്കലി കോൺജുഗേറ്റ് പെയർസ് വേരിയബിൾസ് ആയിരിക്കും. അനദർ സച്ച് എക്സാമ്പിൾ ഈസ് ദ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ആൻഡ് ദ ടൈം ഈസ് വിച്ച് ഈസ് മെഷേർഡ്. അതായത് അടുത്ത ഒരു എക്സാമ്പിളാണ് എനർജിയും ടൈമും. അതും എന്താണ്? കാനോണിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസ് ആണ്. മോർ ക്വാണ്ടിറ്റേറ്റീവ്ലി ദ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് that the order of magnitude of the product of the uncertainties in the determination of two such variables must be least equal to h bar, where h bar is equal to h by 2 pi, where h is the Planck's constant. കൂടുതൽ അല്ലെങ്കിൽ ഇതൊരു മാത്തമാറ്റിക്കലി ഈ ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ ഈ അൺസർട്ടനിറ്റി, അതായത് ഏതെങ്കിലും നമ്മൾ എടുക്കുന്ന രണ്ട് ഫിസിക്കൽ വേരിയബിൾസിൻ്റെ ഈ അൺസർട്ടനിറ്റിനൊരു വാല്യൂ ആണുമല്ലോ, അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എച്ച് ബാറിനോട് ഈക്വൽ ആയിരിക്കണം. ഇനി എച്ച് ബാർ എന്ന് വെച്ചാൽ എന്താണ്? എച്ച് ബൈ 2 പൈ, വേർ എച്ച് ഇസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതിന് കൃത്യമായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. 2വിൻ്റെ വാല്യൂ 2 പൈൻ്റെ വാല്യൂ അറിയാം. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനോട് ഈക്വൽ ആയിരിക്കണം ഫിസിക്കൽ വേരിയബിൾസിൻ്റെ ഒരു അൺസർട്ടനിറ്റിയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എച്ച് ബാറിനോട് ഈക്വൽ ആയിരിക്കണം. If delta x and delta p are the probable errors or uncertainties involved in the simultaneous determination of the position and momentum of a particle by the principle stated above, delta x dot delta p is equal to h bar. അതായത് ആ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെയാണ് പറയുന്നത് ചോദിച്ചാൽ, ഇതിപ്പം മൊമെൻറ്റത്തിൻ്റെയും പൊസിഷൻ്റെയും ഒരു അൺസർട്ടനിറ്റിയുടെ വാല്യൂ ആണ് ഡെൽറ്റ എക്സും ഡെൽറ്റ പിയും. അതായത് പൊസിഷൻ്റെ അൺസർട്ടനിറ്റിയുടെ വാല്യൂ ആണ് ഡെൽറ്റ എക്സ്, മൊമെൻറ്റത്തിൻ്റെ അൺസർട്ടനിറ്റിയുടെ വാല്യൂ ആണ് ഡെൽറ്റ പി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ്, അതായത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്തിനോട് ഈക്വൽ ആയിരിക്കണം? എച്ച് ബാറിനോട് ഈക്വൽ ആയിരിക്കണം. വേർ എച്ച് ബാർ ഈസ് ഈക്വൽ ടു എച്ച് ബൈ 2 പൈ. If the position of a particle is determined very accurately, the determination of its momentum at the same instant becomes slightly inaccurate. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നമ്മൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ അറ്റ് എ ടൈം നമുക്കതിൻ്റെ മൊമെൻറ്റം കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സിമിലർലി if the momentum is determined precisely, the determination of the position of a particle at a time instant becomes less accurate, or it means one cannot accurately determine both the position and momentum of a particle simultaneously. അത് തന്നെയാണോ പറയുന്നത്? അറ്റ് എ ടൈം നമുക്കൊരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് കിട്ടിയെങ്കിൽ മൊമെൻറ്റം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വൈസ് വേഴ്സയും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അറ്റ് എ ടൈം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ മാത്രമേ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു അൺസർട്ടനിറ്റിയിൽ പറയുന്നത്. ദിസ് റിലേഷൻ ഈസ് വാലിഡ് ഫോർ ഓൾ കാനോണിക്കലി കോൺജുഗേറ്റ് പെയർസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഈ ഒരു റിലേഷൻ ഫിസിക്കൽ വേരിയബിൾസിന് കാനോണിക്കലി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള എല്ലാ പെയേഴ്സിനും ഇത് ബാധകമാണ്.
If delta x is the uncertainty in determining energy of a particle and delta t is the uncertainty in determining the time which is energy is measured, then delta E into delta t is equal to h bar. വേറൊരു എക്സാമ്പിളാണ് ഡെൽറ്റ എനർജിയുടെ അൺസർട്ടനിറ്റി വാല്യൂ ഡെൽറ്റ ഇയും ടൈമിൻ്റെ അൺസർട്ടനിറ്റി വാല്യൂ ഡെൽറ്റ ടിയും ആണെങ്കിൽ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി എച്ച് ബാറിനോട് ഈക്വൽ ആയിരിക്കണം. ഈ ഒരു പ്രിൻസിപ്പിൾ എല്ലാ കനോണിക്കലി കോൺജുഗേറ്റ് പെയേഴ്സിനും ആപ്ലിക്കബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു സെക്കൻഡ് എക്സാമ്പിളാണിത്. The smallness of h makes uncertainty principle of interest primarily in connection with systems of atomic size. അതായത് എന്താ പറയുക, എച്ചിൻ്റെ വാല്യൂ എത്രത്തോളം കുറയുന്നുവോ അതനുസരിച്ചായിരിക്കും നമുക്ക് ആറ്റോമിക് സൈസുമായിട്ട് അല്ലെങ്കിൽ ആറ്റോമിക് സിസ്റ്റത്തിന് നമുക്ക് ഒരു പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതൊന്നുമില്ല. ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് പ്രിൻസിപ്പിൾ ആപ്ലിക്കേഷൻ ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലാത്തവരൊന്ന് വായിച്ച് നോക്കുക, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. According to the uncertainty principle, it is impossible to determine simultaneously both the position and momentum of a particle accurately. In the Hamiltonian sense, members of such of variables are canonically conjugate to each other. The rectangular position of the coordinate x of a particle and its corresponding momentum p, the energy of a particle and the time t at which is measured, the angular momentum j of a particle and its angular position psi in a perpendicular plane and pairs of variables. മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതിൻ്റെ കൂട്ടത്തിൽ ആംഗുലർ മൊമെൻറ്റം ജെയും ആംഗുലർ പൊസിഷൻ സൈയും എന്താണ് ഇങ്ങനെ കനോണിക്കലി കോൺജുഗേറ്റ് പെയേഴ്സ് ആണെന്നും കൂടെ പറഞ്ഞിട്ടുള്ളൂ. ഇഫ് വൺ ഓഫ് ദ വേരിയബിൾ ഈസ് ഡിറ്റർമൈൻ ആക്യുറേറ്റ്ലി ദർ വിൽ ബി അൺസർട്ടനിറ്റി ഓർ എറർ ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് അതർ, ദസ് ബൈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ മാത്രമേ നമുക്ക് അറ്റ് എ ടൈം കിട്ടത്തുള്ളൂ. ഒരെണ്ണത്തിൻ്റെ വാല്യൂ വളരെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ മറ്റേൻ്റെ ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അതിനകത്തൊരു എറർ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം മുമ്പേ പറഞ്ഞ സെയിം കാര്യം തന്നെ പറയുവാണ്. ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് ബാർ, ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എച്ച് ബാർ, ഡെൽറ്റ ജെ ഇൻറ്റു ഡെൽറ്റ സൈ ഈസ് ഈക്വൽ ടു എച്ച് ബാർ. According to the classical mechanics, it is certainly possible to determine the position and momentum of any particle exactly at any instant. Same in the case with other pairs of the above variables also. The new mechanics probability takes the place of certainty and hence it gives the laws of probability. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിസം ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൊസിഷൻ, മൊമെൻറ്റം അങ്ങനെ കാനോണിക്കലി കോൺജുഗേറ്റ് വേരിയബിൾസിൻ്റെ എല്ലാം അറ്റ് എ ടൈം തന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ പുതിയ മെക്കാനിക്സ് വന്നതോടുകൂടി അല്ലെങ്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞതോടുകൂടിയാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് എന്താ പറയുക അറ്റ് എ ടൈം നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും വാല്യൂ പ്രിസൈസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വലിയ അതായത് ഒരു കൺസിഡറബിൾ സൈസുള്ള ഒബ്ജക്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ വളരെ സൈസ് കുറവുള്ള ഒരു ആറ്റോമിക് ഡയമെൻഷനിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഇത് പറയാൻ പറ്റാത്തത്. കാരണം അങ്ങനെയുള്ള ഡയമെൻഷനിൽ ഓരോ പാർട്ടിക്കിളും നമ്മളൊരു വേവ് പാക്കറ്റാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്കവിടെ ഒരു അൺസർട്ടനിറ്റി, ഒരു പ്രോബബിലിറ്റി മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ വേവ് പാക്കറ്റിന് എവിടെയെങ്കിലും എന്ത് കാണും? ആ പാർട്ടിക്കിൾ കാണും. ആ പാർട്ടിക്കിൾ മൂവബിൾ ആണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റവും കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അൺസർട്ടനിറ്റി നമ്മളവിടെ കീപ്പ് ചെയ്യുന്നത്. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്തത്, ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ സെയിം സാധനങ്ങളൊക്കെ തന്നെ വേവ് പാക്കറ്റ്. A wave packet consists of a group of waves, each having slightly different wavelength. The phases and amplitude of the waves in a packet are such that they undergo constructive interferences only over a small region of space where the particle can be located. Outside this region, they undergo destructive interferences. Such wave packet moves with its own velocity, Vg, called group velocity. അതായത് ഒരു വേവ് പാക്കറ്റിനകത്ത് അല്ലെങ്കിൽ വേവ് പാക്കറ്റിനകത്ത് ഗ്രൂപ്പ് ഓഫ് വേവുകൾ ഉണ്ടാവും. ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ലെന്ത് ആയിരിക്കും. അപ്പോൾ ഒരു വേവ് പാക്കറ്റ് എന്ന് വെച്ചാൽ അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ് ഉണ്ടാവും. അതിന് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ലെന്ത് ആയിരിക്കും. അപ്പം ഈ ഓരോ വേവ് പാക്കറ്റിനുള്ളിലെയും വേവുകളുടെ ഫേസും ആംപ്ലിറ്റ്യൂഡും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഇൻസൈഡ് ദ സ്പേസ് എവിടെയാണോ ആ പാർട്ടിക്കിൾ ഇരിക്കുന്നത് ആ ഇൻസൈഡ് ദ സ്പേസിലാണെങ്കിൽ അത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഔട്ട്സൈഡ് ദ സ്പേസ് ആണെങ്കിൽ അത് എന്താ പറയുക ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ആയിരിക്കും ഉണ്ടാക്കുക. ഇനിയും ഓരോ വേവ് പാക്കറ്റും അതിൻ്റേതായിട്ടുള്ളൊരു വെലോസിറ്റി Vgയിലായിരിക്കും മൂവ് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് വെലോസിറ്റി. എന്തുകൊണ്ടാണ് അതിനെ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ വേവ് പാക്കറ്റിനകത്തും ഗ്രൂപ്പ് ഓഫ് വേവ്സ്
കാണും. അപ്പോൾ അതാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. The individual velocity forming the wave packet will having an average velocity Vp called the phase velocity. ഇനിയും ആ വേവ് പാക്കറ്റിനുള്ളിലുള്ള ഓരോ വേവിനും ഓരോ ഇൻഡിവിജ്വൽ വെലോസിറ്റീസ് കാണും. ആ വെലോസിറ്റിയും എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും വി പി. അതിനെ വിളിക്കുന്ന പേരാണ് ഫേസ് വെലോസിറ്റി. ഇറ്റ് ക്യാൻ ബി പ്രൂവ് ദാറ്റ് ദ വെലോസിറ്റി വി ഓഫ് എ മറ്റീരിയൽ പാർട്ടിക്കിൾ ഈസ് ദ സെയിം ആസ് ദ ഗ്രൂപ്പ് വെലോസിറ്റി വി ജി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വേവ്സ് ഓർ വേവ് പാക്കറ്റ്. അപ്പം ഏതെങ്കിലും ഒരു മറ്റീരിയൽ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വിയോട് സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു വേവ്സിൻ്റെ അല്ലെങ്കിൽ വേവ് പാക്കറ്റിനുള്ളിലെ ഗ്രൂപ്പ് വെലോസിറ്റി വി ജിയും നോർമലുള്ള ഒരു മെറ്റീരിയൽ പാർട്ടിക്കിളിൻ്റെ വിയും നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടുന്നതായിട്ട് സ്റ്റഡീസ് ഉണ്ട്. Then it become clear that the material particle in the motion is equivalent to a group of waves or wave packet. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം മെറ്റീരിയലിലുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ പാർട്ടിക്കിളുടെ മോഷനും ഈ ഗ്രൂപ്പ് ഓഫ് വേവ്സിൻ്റെ മോഷനും സെയിം ആണെന്ന്. The wave packet formed by the superposition of a number of waves and traveling with the velocity of particle behaves very much like corpuscular, but a difficulty against the concept of a wave packet arises since such a wave packet gets in general very soon dissipated. For example, if a wave crust is formed at any point on the smooth surface of water, it spreads out and gets dissipated in a very short time. പിന്നെ എന്താ പറയുക, ഒരുപാട് ഒരു വേവ് പാക്കറ്റിനകത്ത് നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് വേവ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു വേവ് പാക്കറ്റ് ഫോം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഈ വേവ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ ഓരോ വേവ് പാക്കറ്റിനകത്തും കുറേ വേവ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ വേവ്സിനും എന്താ പറയുക ഡെസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വാട്ടറിൻ്റെ സ്മൂത്ത് സർഫസിലൊരു ഒരു വേവ് ഒരു ക്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ ഡെസിപ്പേറ്റ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിനെ ഡെസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു എന്താ പറയുക ഒരു വേവ് പാക്കറ്റിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കാരണം വേവ് പാക്കറ്റിനുള്ളിൽ ഒരുപാട് വേവ്സ് ഉണ്ട്. അതിൽ ഓരോ വേവ്സിന് വേണമെങ്കിലും വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ഡെസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനിയും നമ്മളുടെ ഒരു പുതിയൊരു ടേമാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ക്ലാസിക്കൽ മെക്കാനിസത്തിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷനാണ് ശരിക്കും ഈ വേവ് പാക്കറ്റ് വേവ് ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്ത വേവ് ഫംഗ്ഷനാണ്. കൺസിഡർ എ പാർട്ടിക്കിൾ വിത്ത് എ വെൽ ഡിഫൈൻഡ് മൊമെൻറ്റം. ദ വേവ് associated with the particle travels in the direction of the motion of the particle. It has the wavelength lambda is equal to h by p. This implies the wave should be a plane wave and can be represented by psi is equal to a into e raised to I of kx minus omega t. അതായത് ഇത് ഇനിയിപ്പോൾ ഫുൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള ടേമുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുക, അതിന് കൃത്യമായിട്ടുള്ളൊരു മൊമെൻറ്റം ഉണ്ട്. അപ്പം അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, ആ പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന വേവ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഏത് ഡയറക്ഷനാണോ അതേ ഡയറക്ഷനിൽ തന്നെ അതിൻ്റെ വേവും മൂവ് ചെയ്യുന്നുണ്ട്. അതിനൊരു വേവ് ലെന്ത് ഉണ്ട്. വേവ് ലെന്ത് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. എച്ച് എന്ന് പറയുന്നത് എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പി എന്ന് പറയുന്നത് മൊമെൻ്റാണ്. കാരണം അതിന് കൃത്യമായിട്ടുള്ള ഒരു മൊമെൻറ്റും ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഉണ്ടായ വേവ് എന്ന് പറയുന്ന ഒരു പ്ലെയിൻ വേവാണ്. ആ പ്ലെയിൻ വേവിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് psi is equal to a into e raised to I of kx minus omega t എന്നുള്ളൊരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വേർ k is 2pi by lambda is a wave number or propagation constant. ഈ ഇക്വേഷനകത്ത് k എന്ന് പറയുന്നത് എന്താണ്, വേവ് നമ്പർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. Here the wave is assumed to be travel in the positive x direction. Omega is the angular frequency associated with the particle wave psi. ആ പാർട്ടിക്കിൾ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് സൈ. അവിടുത്തെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഈ വേവ് ട്രാവൽ ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും ഈ വേവ് ട്രാവൽ ചെയ്യുക. പിന്നെ അതിൻ്റെ ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസി ആയിരിക്കും. ആ പാർട്ടിക്കിൾ വേവ് ആണ് സൈ. By analogy with the case of photons, it must be concluded that frequency is given by omega is E by h. അപ്പോൾ നമുക്ക് ഫോട്ടോൺസുമായിട്ട് ഈ അല്ലെങ്കിൽ ഫോട്ടോണിൻ്റെ ഒരു ഫീച്ചറുമായിട്ട് ഇതിനെ നമുക്ക് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ സിമിലാരിറ്റീസ് നോക്കി കഴിയുമ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അവിടുത്തെ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് E by h. വേർ E is the energy of the particle, h is equal to h by 2 pi. h ബാർ ആട്ടോ
ഒമേഗ ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ എച്ച് ബാർ. അല്ല അവിടെ ഇ എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ എനർജിയും എച്ച് എന്ന് പറയുന്നത് എച്ച് ബാർ എന്ന് പറയുന്നത് എച്ച് ബൈ 2π. ഫ്രീക്വൻസി എന്ന് പറയുന്ന ഫ്രീക്വൻസിനെ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഒമേഗ ഈസ് ഈക്വൽ ടു ഇ ബൈ എച്ച് ബാർ. ഇ എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ എനർജി, എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എച്ച് ബൈ 2π. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒമേഗയ്ക്ക് പകരം ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വേവ് ഇക്വേഷൻ എന്താ? സൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ഐ കെ എക്സ് ബൈ ഒമേഗ ടി. നമ്മളെങ്ങനെ പി മൊമെൻറ്റം എന്ന് പറയുന്നത് പി ആണ്. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ എന്ന് എഴുതി. അതായത് എച്ച് ബൈ 2π ഇൻറ്റു 2π ബൈ ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബാർ കെ. കാരണം ആ ഇക്വേഷൻ എഴുതി എച്ച് ബാർ കെ എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അവിടെ നിന്ന് നമ്മൾ കെ കാൽക്കുലേറ്റ് ചെയ്തു. പി ബൈ എച്ച് ബാർ ഓർ ഒമേഗ ഈസ് ഈക്വൽ ടു ഇ ബൈ എച്ച്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈ ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ സൈ ഓഫ് എക്സ് ടി, അതായത് നമ്മൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്. പിന്നെ ടൈം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റിൽ സൈ ഓഫ് എക്സ് ടി എന്ന് കൊടുത്തിരിക്കുന്നത്. സൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ഐ ബൈ എച്ച് ബാർ ഓഫ് പി എക്സ് മൈനസ് ഇ ടി എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. നമ്മൾക്കറിയാവുന്ന ഇക്വേഷൻസൊക്കെ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് സൈ ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ഐ ബൈ എച്ച് ബാർ ഓഫ് പി എക്സ് മൈനസ് ഇ ടി. The relation h lambda is equal to h by p between the wavelength and the momentum, which is found experimentally to be valid for both photons and particles, suggested that it must be possible to use concentrated bunches of waves to describe localized particles of matter and quanta of radiation. It is for this purpose that we consider the wave function psi, which depends on space coordinate x, y, z and time t. That is, in three-dimensional case, psi is equal to psi of x, y, z, t. അതായത് ഈ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, അതായത് മൊമെൻറ്റത്തിനെയും വേവ് ലെങ്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സ്പെരിമെൻ്റലി ഈ ഒരു ഇക്വേഷൻ ഫോട്ടോൺസിൻ്റെ കേസിലും പാർട്ടിക്കിൾസിൻ്റെ കേസിലും ഈ ഒരു ഇക്വേഷൻ വാലിഡ് ആണെന്ന് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബഞ്ചസ് ഓഫ് വേവ്സിനെ, അതായത് നമ്മുടെ വേവ് പാക്കറ്റിനെ ടു ഡിസ്ക്രൈബ് ലോക്കലൈസ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആൻഡ് ക്വാണ്ട ഓഫ് റേഡിയേഷൻ. അപ്പം നമുക്ക് എന്താ പറയുക, ഓരോ റേഡിയേഷൻ്റെ ക്വാണ്ട, അതായത് റേഡിയേഷൻ്റെ എനർജിയും ഓരോ മാറ്ററിൻ്റെ ലോക്കലൈസ്ഡ് പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേവ് പാക്കറ്റ് എന്നുള്ള ടേം ഉപയോഗിക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേവ് പാക്കറ്റിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേവ് ഫംഗ്ഷൻ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേവ് ഫംഗ്ഷൻ എന്നുള്ളൊരു സൈൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടേം എക്സ് വൈ ഇസഡ് കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പ് കണ്ടതിനകത്ത് നമ്മൾ ആകെപ്പാടെ എക്സ് ഡയറക്ഷനിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എക്സ് ഡയറക്ഷൻ എടുത്തത്. പിന്നെ ഈ സ്പേസ് കോർഡിനേറ്റിനോടൊപ്പം ടൈമിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ടൈം എക്സ് ടി യു എടുത്തത്. ഇനിയും ഇതൊരു 3 ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? സൈ ഈസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് വൈ ഇസഡ്, 3 കോർഡിനേറ്റും എടുക്കും പ്ലസ് ടൈം കോർഡിനേറ്റും എടുക്കും. അപ്പോൾ എക്സ് വൈ ഡയറക്ഷനിലാണെങ്കിൽ എക്സ് വൈയും എടുക്കും പ്ലസ് ടൈമും എടുക്കും. അപ്പോൾ ഏത് ഡയറക്ഷനാണോ ആ കറസ്പോണ്ടിങ് ഡയറക്ഷനും എടുക്കും സൈനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നതാണ് ടൈമിൻ്റെ കോർഡിനേറ്റും മസ്റ്റായിട്ടും എടുക്കും. ഓക്കെ, ഇനിയും അടുത്താണ് പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ദിസ് ഫംഗ്ഷൻ psi ഈസ് അസ്യൂംഡ് ടു ഹാവ് 3 basic properties. It can interfere with itself, so it can account for the result of diffraction experiment. ഇനിയും നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ വേവ് ഫംഗ്ഷന് 3 ബേസിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ഇറ്റ് സെൽഫ്, സോ ഇറ്റ് ക്യാൻ അക്കൗണ്ട് ഫോർ ദ റിസൾട്ട്സ് ഓഫ് ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ്. അതായത് ഓരോ വേവ് ഫംഗ്ഷനും അതുമായിട്ട് തന്നെ ഇൻ്റർഫെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിനൊക്കെ റിസൾട്ട്, ഡിഫ്രാക്ഷൻ ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ, റിഫ്രാക്ഷൻ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിന് ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ എന്നുള്ള ടേം അപ്ലൈ ചെയ്യാൻ പറ്റും.
Its value is large where the particle or photon is likely to be and small elsewhere. അപ്പോൾ ഈ നമ്മളെടുക്കുന്ന പാർട്ടിക്കിൾ അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോൻ്റെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്ല അതിൻ്റെ വാല്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈ വാല്യൂ എന്തായിരിക്കും, വേവ് ഫംഗ്ഷൻ സൈ വാല്യൂ കൂടുതലായിരിക്കും. The wave function is considered to describe the behavior of a single particle or photon and not the statistical distribution of any of a number of such things. അതായത് ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ഫോട്ടോൻ്റെ ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേവ് ഫംഗ്ഷനെ യൂസ് ചെയ്യുവാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ മൊത്തം 3 ബേസിക് പ്രോപ്പർട്ടീസാണ് ഓരോ വേവ് ഫംഗ്ഷനും പറയുന്നത്. അത് വായിച്ച് നോക്കിയാൽ മതി. ഇനിയും അടുത്തത് അതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ വേവ് ഫംഗ്ഷൻ. ഈ വേവ് ഫംഗ്ഷന് ഫിസിക്കൽ ഇൻ്റർപ്രിറ്റൻസ് എന്താണെന്നുള്ളത്. Initially, it was thought that the wave function psi is simply a mathematical quantity used to make calculations easier related to experimental results. അതായത് ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഒരു എൻറ്റിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയാണ് ഈ സൈ എന്നാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എക്സ്പെരിമെൻ്റലി നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷനുമായിട്ട് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് ഈ വേവ് ഫംഗ്ഷൻ എന്നായിരുന്നു ആദ്യമേ എന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഇറ്റ് ഈസ് ട്രൂ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ഇൻ സം കേസസ്. അതായത് ചില കേസുകളിലൊക്കെ അത് ശരിയായിട്ട് വരികയും ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇൻ കാൽക്കുലേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ് സ്കാറ്റേർഡ് ബൈ ക്രിസ്റ്റൽ ബട്ട് it did not seem reasonable to introduce such mathematical quantity without knowing its physical significance. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ സിംഗിൾ ക്രിസ്റ്റൽ സ്കാറ്റർ ചെയ്ത് വരുന്ന വേവിൻ്റെ ഇൻറ്റൻസിറ്റി കാൽക്കുലേഷനിൽ നമ്മൾ ഇതുപോലൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇതുപോലൊരു എൻറ്റിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് അറിയാതെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ആ പ്രോബ്ലം എന്താ പറയുക ഈസി ആക്കി മാറ്റുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി യൂസ് ചെയ്തു. അല്ലാതെ അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു കേസിലൊന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ എന്താ പറയുക വേവിൻ്റെ ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. Schrödinger himself attempted to give a physical interpretation of psi in terms of charge density. അതായത് ഈ ഷ്രോഡിഞ്ചർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ക്വാണ്ടം മെക്കാനിക്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഷ്രോഡിഞ്ചർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ സൈക്ക് ഒരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തു ഇൻ ടേംസ് ഓഫ് ചാർജ് ഡെൻസിറ്റിയുടെ ബേസിൽ ഈ സൈക്ക് ഒരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്ത സയൻറ്റിസ്റ്റാണ് ഷ്രോഡിഞ്ചർ. സിൻസ് ഇലക്ട്രോൺ എക്സിബിറ്റ് ഡിഫ്രാക്ഷൻ ജസ്റ്റ് ലൈക്ക് എക്സ്റേസ് വി ക്യാൻ യൂസ് ദ അനലോജി ഓഫ് ഒപ്റ്റിക്സ് ടു ഗിവ് എ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സൈ. അപ്പം അദ്ദേഹം പറഞ്ഞു എക്സ്റേസ് എക്സിബിറ്റ് ചെയ്യുന്ന സെയിം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ എക്സ്റേസ് കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഡിഫ്രാക്ഷൻ, അത് നമ്മുടെ ഇലക്ട്രോണും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈയെ നമുക്ക് ഫിസിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒപ്റ്റിക്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒപ്റ്റിക്സിലുള്ള എക്സ്റേസ് കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഡിഫ്രാക്ഷൻ, അതേ പ്രോപ്പർട്ടി നമ്മുടെ ഇലക്ട്രോൺസും കാണിക്കുന്നുണ്ട്. ഇലക്ട്രോണുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണല്ലോ വേവ് ഫങ്ഷൻസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫിസിക്കലി ഈ വേവ് ഫങ്ഷൻ സൈനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒപ്റ്റിക്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുവാനായിട്ട് പറ്റും. ഇൻ എനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സിസ്റ്റം ഇഫ് എ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്, എനർജി പെർ യൂണിറ്റ് വോളിയം ഓർ എനർജി ഡെൻസിറ്റി ഓഫ് ദ വേവ് ഈസ് ഈക്വൽ ടു A². അപ്പം ഏതെങ്കിലും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ഓരോ വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് A ആണ് അസ്യൂം ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് A² ഈക്വൽ ആയിരിക്കും. A എന്ന് പറയുന്നത് ഓരോ വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഹെൻസ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് വോളിയം ഓർ ഫോട്ടോൺ ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ A²/h². അങ്ങനെയാണെങ്കിൽ ഫോട്ടോൺസ് പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ ഫോട്ടോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് A²/h² ഈക്വൽ ആയിരിക്കും. വേർ h² ഈസ് ദ എനർജി ഓഫ് ദ ഫോട്ടോൺ. h² എന്ന് പറയുന്നത് ഫോട്ടോണിൻ്റെ എനർജിയാണ്. ബട്ട് h² ഈസ് എ കോൺസ്റ്റൻറ്റ്. പക്ഷെ നമുക്കറിയാം h² എന്ന് പറയുന്നത് ഓരോ റേഡിയേഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഹെൻസ് ദ ഫോട്ടോൺ ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു A². അപ്പോൾ h² എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോൺ ഡെൻസിറ്റി A² പ്രൊപ്പോർഷണൽ ആയിരിക്കും. നൗ ബൈ അനലോജി ഇഫ് സൈ ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മാറ്റർ വേവ് അറ്റ് എനി പോയിൻ്റ് ഇൻ സ്പേസ്, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മാറ്റർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് സൈ. നമ്മൾ അനലോജി വെച്ചിട്ട് സൈ എന്ന് പറയുന്ന ഒരു ആംപ്ലിറ്റ്യൂഡായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദ നമ്പർ ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾ പെർ യൂണിറ്റ് വോളിയം ഓർ പാർട്ടിക്കിൾ ഡെൻസിറ്റി മസ്റ്റ് ബി പ്രൊപ്പോർഷണൽ ടു സൈ². അപ്പോൾ അതുകൊണ്ട് തന്നെ
മെറ്റീരിയൽ പാർട്ടിക്കിൾ പെർ വോളിയം അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് സൈസ് സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദസ് ദ സ്ക്വയർ ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് സൈ നെയിംലി സൈ സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സ്ക്വയർ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് തരുന്നത് എപ്പോഴും സൈ അല്ല, സൈയുടെ സ്ക്വയർ ആയിരിക്കും. മോഡ് സൈ സ്ക്വയർ ആയിരിക്കും തരുന്നത്. മോഡാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, സൈ സ്ക്വയർ ആയിരിക്കും. ഇസ് എ മെഷർ ഓഫ് ദ പാർട്ടിക്കിൾ ഡെൻസിറ്റി. അപ്പോൾ പാർട്ടിക്കിൾ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സൈ സ്ക്വയർ വാല്യൂ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം സൈ സ്ക്വയർ ഈസ് ഈ പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് സൈ സ്ക്വയറിനോട് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഡെൻസിറ്റിയും സൈ സ്ക്വയറും പ്രൊപ്പോർഷണലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. If Q is the electric charge on the particle and charge density is given by the product of the Q and the particle density psi square. അപ്പം ഓരോ പാർട്ടിക്കിളിൻ്റെയും ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിക്കിൾ ഡെൻസിറ്റി ഇൻറ്റു ചാർജ് ഓഫ് ദി ഇലക്ട്രോൺസ്, അതായത് മോഡ് സൈ സ്ക്വയർ ഇൻറ്റു ക്യൂ ആയിരിക്കും. ഹിയർ ഓൾസോ ബി ക്യൂ എ കോൺസ്റ്റൻറ്റ്, സൈ സ്ക്വയർ ഇറ്റ് സെൽഫ് ഈസ് എ മെഷർ ഓഫ് ചാർജ് ഡെൻസിറ്റി. അപ്പം ഇവിടെയും ക്യൂ എന്ന് പറയുന്ന ഒരു ടേം കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മോഡ് സൈ സ്ക്വയർ മാത്രമായിരിക്കും. ദിസ് വാസ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഗിവൺ ബൈ ഷോഡിഞ്ചർ ടു ദ വേവ് ഫംഗ്ഷൻ. അപ്പോൾ വേവ് ഫംഗ്ഷന് ഷോഡിഞ്ചർ കൊടുത്ത ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇതായിരുന്നു. Usually instead of mode psi square we write psi into psi star, where psi star is the complex conjugate of psi. നമ്മൾ സാധാരണയായിട്ട് ഈ മോഡ് സൈ സ്ക്വയർ എന്ന് എഴുതാറില്ല, മറിച്ച് സൈ ഇൻറ്റു സൈ സ്റ്റാർ എന്നാണ് എഴുതാറ്. അതിൽ സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓഫ് സൈ ആണ്. ദിസ് ഇൻ്റർപ്രിട്ടേഷൻ was found to give very satisfactory results when wave mechanics was applied to the distribution of photoelectrons in different directions, intensity distribution in scattering of X-rays, the stable states of Bohr atom and emission of spectral lines. But difficulty arises while studying the motion of single electron or any material particle. The wave group or the wave packet associated with each material particle dissipate in course of time. Hence the wave packet cannot represent the material packet which maintains its identity for a long time. ഇത് ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് പല പല ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്ത് പോകുന്ന കാര്യത്തിലൊക്കെയും നമുക്ക് ശരിയായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു. കാരണം എക്സ്റേസ് എങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകുന്നു അതുപോലെ തന്നെ ഇലക്ട്രോൺസും സ്കാറ്റർ ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സിംഗിൾ ഇലക്ട്രോണിൻ്റെ മോഷനൊന്നും ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം മാത്രമല്ല ഓരോ വേവ് പാക്കറ്റിനകത്ത് അല്ലെങ്കിൽ വേവ് ഗ്രൂപ്പിനകത്ത് വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ഓരോ വേവിനും ഡെസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ടൊക്കെ സാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്നും ആ ഒരു കേസിലൊന്നും ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ല. സിംഗിൾ ഇലക്ട്രോണിൻ്റെ കേസിൽ അല്ലെങ്കിൽ സിംഗിൾ വേവിൻ്റെ കേസിൽ ഇത് ആപ്ലിക്കബിളായിട്ട് വന്നില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ വേവ് ഫംഗ്ഷൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രറ്റൻസിനകത്ത് പറയുന്നത് ശരിക്കും വേവ് ഫംഗ്ഷൻ അദ്ദേഹം ഇൻ്റർപ്രറ്റ് ചെയ്തു ഒപ്റ്റിക്സുമായിട്ട് അനലോളജി വെച്ചിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്തത്. അങ്ങനെ സൈ സ്ക്വയറിനോടാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ട് ഈ ചാർജ് ഡെൻസിറ്റി ആണെങ്കിലും പാർട്ടിക്കിൾ ഡെൻസിറ്റി ആണെങ്കിലും സൈ സ്ക്വയറിനോടാണ് പ്രൊപ്പോർഷണലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൈ സ്ക്വയർ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. പക്ഷേ മോസ്റ്റ്ലി പ്രോബ്ലംസിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ സൈ ഇൻറ്റു സൈ സ്റ്റാർ അല്ലെങ്കിൽ മോഡ് സൈ സ്ക്വയർ ആയിരിക്കും എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൈക്ക് പ്രത്യേകിച്ച് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നും തന്നെ ഇല്ല. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ടേം സൈ സ്ക്വയർ ആണ്. കാരണം ചാർജ് ഡെൻസിറ്റി ആണെങ്കിലും പാർട്ടിക്കിൾ ഡെൻസിറ്റി ആണെങ്കിലും വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈ സ്ക്വയർ, നോട്ട് സൈ. അപ്പോൾ അതുകൊണ്ട് സൈ സ്ക്വയറിനായിരിക്കും ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാവുക, സൈക്കല്ല. പിന്നെ സൈ സ്ക്വയറിനെ സാധാരണയായിട്ട് നമ്മൾ എഴുതുന്നത് സൈ ഇൻറ്റു സൈ സ്റ്റാർ ആണ്. സൈ സ്റ്റാർ എന്ന് വെച്ചാൽ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓഫ് സൈ തന്നെയാണ്. അപ്പം വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വന്നു. ക്വാണ്ടം മെക്കാനിക്സിലാണ് നമ്മളൊരു വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്രയും കുറേ പോർഷൻസ് കഴിഞ്ഞു. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വന്നിട്ട് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് കൂടുതലും ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കാനായിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക. വായിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.